ഇന്ന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ലൊരു ടാസ്ക് ആയിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല പിടക്കാത്ത പിലോപ്പിയും ഓടാത്ത ഞണ്ടുമായിരുന്നു കേട്ടോ അത്. പിന്നെ വേഗം തന്നെ അത് രണ്ടും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ. എന്നിട്ട് കുറച്ച് പിലോപ്പി ഫ്രൈ ചെയ്യാൻ പുരട്ടി വെച്ചേ. അപ്പൊ ആദ്യം മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് 2-3 ഉലുവയും കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അത് വഴണ്ടി വരണ സമയം കൊണ്ട് ഞണ്ടിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടോ. കാരണം ഞണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അത് വെന്ത് വന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചടിച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും കുടംപുളിയൊക്കെ ഇട്ട് തിളപ്പിച്ച് മീൻ കഷ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോഴേക്കും നമ്മുടെ ഞണ്ട് നന്നായി വെന്ത് വരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എളുപ്പ പണിക്ക് വേണ്ടി അതിലേക്ക് തന്നെ പച്ചമുളകും വേപ്പിലയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി പറ്റിച്ചെടുത്തോട്ടോ. അപ്പോൾ ഇതാണ് ഞണ്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. അവസാനമായിട്ട് പുരട്ടി വെച്ച പിലോപ്പിയും കൂടി നന്നായിട്ട് മുരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നോൺ വെജ് ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ